തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി ആംബുലൻസ് ഡ്രൈവർ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിലെത്തിച്ച KSRTC ഡ്രൈവർക്ക് ചികിത്സ വൈകിപ്പിച്ചുവെന്നാണ് ആരോപണം. ഇന്ന് പുലർച്ചെ കുന്നംകുളം പന്നിത്തടത്താണ് KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ചത്. റെഡ് സോണിൽ ബെഡില്ലാത്തതിനാൽ 45 മിനിറ്റോളം സ്ട്രക്ചറിൽ തന്നെ കിടത്തി. ചികിത്സ വൈകിപ്പിച്ചത് ചോദ്യം ചെയ്തപ്പോൾ ഇത് സർക്കാർ ആശുപത്രി അല്ലേ എന്ന് ജീവനക്കാർ ചോദിച്ചുവെന്നും ആംബുലൻസ് ഡ്രൈവർ പറയുന്നു. തുടർന്ന് രോഗിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയാണ് ചികിത്സ ഉറപ്പാക്കിയത്. അതിൽ ഡ്രൈവർ കുറച്ച് ക്രിട്ടിക്കലായ കാരണം നമ്മൾ അവിടുന്ന് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തു. KSRTC ഡ്രൈവർ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് നമ്മളൊരു 1:30-2 മണിയാണ് ട്രെയിൻ അവിടെ എത്തുമ്പോൾ. അവിടെ എത്തിയപ്പോൾ നേരെ കാഷ്വാലിറ്റി ബൈസ്റ്റാൻഡർ ആരുമില്ല, ഞാൻ തന്നെ കാഷ്വാലിറ്റി കൊണ്ടുപോയപ്പോൾ അവിടെ ഡോക്ടേഴ്സൊക്കെ ഉറങ്ങാം, ഒരാൾ മാത്രമേ എണിച്ചിരിക്കണുള്ളൂ. അപ്പോൾ നമുക്കത് കണ്ടിട്ട് നമുക്ക് തീരെ പറ്റുന്നില്ല, കാരണം ഇവരൊന്നും നോക്കണില്ല, ഒന്നും ചെയ്യണില്ല. അപ്പം പിന്നെ നമ്മൾ നേരെ അവർ റെഡ് സോണി കൊണ്ടുപോകുന്നു. റെഡ് സോണി കൊണ്ടുപോയിട്ടും അവിടെ വെറുതെ കെടുപ്പന്നെ, ബെഡില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രോളിയിൽ തന്നെ നിർത്തിക്കുക അവർ. കാഷ്വാലിറ്റി നമ്മളവരെ വർത്താനം ഉണ്ടാക്കിയിട്ട് തന്നെ കൊണ്ടുപോയി. അപ്പോൾ അവർ പറയുന്നത് 2 മിനിറ്റ്. അപ്പം ഞാൻ ചോദിച്ചു, ഇയാളുടെ അവസ്ഥ ഇത്ര മോശമായിട്ട് എന്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഡോക്ടർ അവിടുത്തെ സ്റ്റാഫുകൾ. അപ്പം നമ്മുടെ റിസ്കിൽ തന്നെയാണ് നമ്മൾ വേഗം നമ്മളെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ അമ്പലേക്ക് കൊണ്ടുപോയി. വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരുന്നു. സാനു, ഒരു ആംബുലൻസ് ഡ്രൈവറുടെ വാക്കുകളായി മാത്രം ഇതിനെ കാണണ്ട. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു യുവാവിൻ്റെ പ്രതികരണമാണ്. 45 മിനിറ്റോളം വളരെ ക്രിട്ടിക്കലായ ഒരു അവസ്ഥയിൽ ഒരു KSRTC ഡ്രൈവർ സ്ട്രെച്ചറിലിരിക്കുകയാണ്. ഇടയ്ക്കിടെ അയാൾ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകൂ എന്ന്. പക്ഷേ സഹിക്കാനാകാത്ത വിധമായിരുന്നു മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. അതായത് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ, അനാസ്ഥ ഒക്കെ പുറത്തു കൊണ്ടുവരാൻ വാർത്തകൾ പലത് ചെയ്തതാണ്. ആ വാർത്തകളെയൊക്കെ അടിവരയിടുന്നു ഈ ആംബുലൻസ് ഡ്രൈവറുടെ വാക്കുകൾ, അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, അതായത് ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1 ആണെന്ന് അടിക്കടിക്ക് പറയുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. അത്തരം അവകാശവാദങ്ങൾ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ആരോഗ്യ മേഖലയിലെ വലിയ വീഴ്ചകൾ, തുടർച്ചയായി ഉണ്ടാകുന്ന പാളിച്ചകളൊക്കെ പുറത്തേക്ക് വരുന്ന അതിൻ്റെ അവസാന ഉദാഹരണമാണ് തൃശ്ശൂരിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത്. അതായത് കുന്നംകുളത്ത് തൃശ്ശൂർ പന്നിത്തടത്ത് KSRTC ബസ്സും അതേപോലെ തന്നെ ലോറിയും കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടം, ആ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ള KSRTC ഡ്രൈവറെയും കൊണ്ട് ഒരു ആംബുലൻസ് ഡ്രൈവർ, ഒരു ചെറുപ്പക്കാരൻ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തുന്നു. അവിടെ എത്തിയതിന് ശേഷം 45 മിനിറ്റിലധികം ആ KSRTCയുടെ ഡ്രൈവർ, രാജേഷ് എന്ന് പറയുന്ന ഡ്രൈവർ, സ്ട്രെച്ചറിൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ മുൻഭാഗത്ത് കിടക്കേണ്ട ഒരു അവസ്ഥ. തുടർന്ന് ഇത് പലകുറി ഈ ആംബുലൻസ് ഡ്രൈവർ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇത് സർക്കാർ ആശുപത്രിയല്ലേ എന്ന് ചോദിക്കുന്നത് പോലും ആശുപത്രിയിലെ അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിലെ ഒരു ഡോക്ടർ എന്നാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ ഈ ഒരു വിഷയത്തിലെ വ്യാപ്തി, ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ സൂചിപ്പിക്കുന്നത്. ഇത് സർക്കാർ ആശുപത്രിയാണ്, ഇവിടെ ഇതൊക്കെയേ സംഭവിക്കൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാണ് ഡോക്ടർമാരുടെ പോലും പ്രതികരണം. അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടറാണെന്ന് ഓർക്കണം. അതായത് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞതിന് മറുപടിയായി പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അദ്ദേഹം സത്യസന്ധനാണ്, സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് എന്ന്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ പ്രശ്നം കേരളത്തിലാകെ മെഡിക്കൽ കോളേജുകളിൽ സാധാരണക്കാർ എത്തിച്ചേരുന്ന സർക്കാർ ആശുപത്രികളിലൊക്കെയുണ്ട് എന്ന് കൂടി വ്യക്തമാകുന്നു. തീർച്ചയായിട്ടും ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നും അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നും അടക്കം ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന ഒരു ആശുപത്രിയാണ്. ആ ഒരു ആശുപത്രിയിലെ ഒരു അനാസ്ഥ, അതായത് അത്യാഹിത വിഭാഗത്തിലെ ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അനാസ്ഥ, ഒരു രോഗി സ്ട്രെച്ചറിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ഇത് സർക്കാർ ആശുപത്രിയല്ലേ, ഇവിടെ ഇതൊക്കെ നടക്കൂ എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം വെല്ലുവിളി ഉയർത്തുന്ന കാര്യമാണ്, സാധാരണക്കാർക്ക് എത്രത്തോളം ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണെന്ന് ആ ഒരു പ്രസ്താവനയിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ആ ഡോക്ടർമാരുടെ സമീപനം നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒന്നാണ്. എന്തായാലും 45 മിനിറ്റിലധികം ആ രോഗി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ കിടക്കുന്നു, അവിടെ ചികിത്സ കിട്ടാതെ വരുന്നു. ഒടുവിൽ സഹി കെട്ടുകൊണ്ട് ഈ ചെറുപ്പക്കാരനായിട്ടുള്ള ആംബുലൻസ് ഡ്രൈവർ ആ രോഗിയുമായിട്ട് തൃശ്ശൂരിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. ഈ സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ എത്തിയപ്പോൾ തന്നെ ഈ രോഗിയുമായിട്ട് വളരെ വേഗത്തിൽ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നു. അതായത് സർക്കാർ ആശുപത്രിയിൽ നിന്നും സാധാരണക്കാരന് ലഭിക്കേണ്ട ഒരു ചികിത്സ അത് അവിടെ ലഭിക്കുന്നില്ല. അതിന് സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ
രോഗികളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും സർക്കാർ ആതുരാലയങ്ങളിലേക്ക് ആശങ്കകളുമായി ഓടിച്ചില്ലെന്നവർക്ക് ഇവിടെ ചികിത്സയില്ല എന്നടക്കം പറഞ്ഞുകൊണ്ട് തിരിച്ചോടിക്കുന്ന, ആട്ടി ഓടിക്കുന്ന, ഇവിടെ ഇതൊക്കെ ലഭിക്കൂ എന്ന് പറയുന്ന ഒരു ഡോക്ടർമാരുടെ സമീപനം കേരളത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നയിക്കും. സാധാരണക്കാരന് ചികിത്സ എത്രത്തോളം സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഇനി ലഭിക്കും എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും KSRTC ഡ്രൈവറാണ്. അദ്ദേഹം ഇന്ന് പുലർച്ചയോടുകൂടി കുന്നംകുളം പന്നിത്തടത്തുണ്ടായ ഒരു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് എത്തിയതാണ്. ഈ പന്നിത്തടത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകുന്നു. തുടർന്ന് അടിയന്തര ചികിത്സ വേണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഈ രോഗിനെ റഫർ ചെയ്യുന്നത്. ഈ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ എത്തുമ്പോൾ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നു, ഇത് സർക്കാർ ആശുപത്രിയല്ലേ, ഇവിടെ ഇതൊക്കെ നടക്കൂ എന്ന് പറഞ്ഞ് ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ ആ ആളെ തിരിഞ്ഞു നോക്കാതെ അടുത്തുകൂടി പോകുന്നത് ഗുരുതരമായ തെറ്റാണെന്ന് പലവട്ടം വാർത്തകൾ വന്നിട്ടുണ്ട്. ചോര വാർന്ന് അത്തരത്തിൽ മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ അരമണിക്കൂർ, 3/4 മണിക്കൂർ വൈകിപ്പോയാൽ സംഭവിക്കുന്നത് ഗുരുതരമായ പിഴവാണെങ്കിൽ ആശുപത്രിയിലെത്തിച്ച് അവിടെ വൈകിപ്പിക്കുന്നത് അതിനേക്കാൾ ഗുരുതരമായ പിഴവല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ഈ വിഷയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഡ്രൈവർ അതായത് KSRTC ഡ്രൈവർ മെഡിക്കൽ കോളേജിലെ സ്ട്രെച്ചറിൽ കിടക്കുമ്പോൾ മൂക്കിലൂടെയും അതേപോലെ തന്നെ ചെവിയിലൂടെയും ഒപ്പം തന്നെ രക്തം ഛർദ്ദിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഈ രക്തം ഛർദ്ദിക്കുമ്പോൾ അവിടെ അവരൊരു പാത്രം വെച്ച് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ഈ രോഗി രക്തം ഛർദ്ദിക്കുന്ന വേളയിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുന്ന നിലപാടിലേക്ക് ആശുപത്രി ജീവനക്കാർ മാറുന്നു. ആ സമയം അടിയന്തര ചികിത്സ നൽകേണ്ടതിന് പകരം അവർ അതിനെ അവഗണിച്ച് മാറ്റുന്നു. ഇവിടെ ബെഡില്ല, ഇവിടെ ഈ രോഗിനെ കിടത്തുന്നതിന് വേണ്ടി സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞ് ഈ ആംബുലൻസ് ഡ്രൈവറോട് തട്ടിക്കയറുന്നു. ഇത് ചോദ്യം ചെയ്യുന്ന ആംബുലൻസ് ഡ്രൈവറോട് ആണ്. അതായത് എന്തുകൊണ്ട് ചികിത്സ നൽകുന്നില്ല എന്ന് ചോദിച്ച ആംബുലൻസ് ഡ്രൈവറോട് തിരിച്ച് ഡോക്ടർ ചോദിക്കുന്നത്, ഇത് സർക്കാർ ആശുപത്രിയാണ്, ഇവിടെ ഇത്രയൊക്കെ ഇവിടെ നടക്കൂ എന്നുള്ളതാണ് ഈ ആശുപത്രിയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അത് തന്നെയാണ് നമ്മൾ ഈ കാര്യത്തിൻ്റെ ഏറ്റവും ഗൗരവം ഉയർത്തുന്ന ഒരു കാര്യം. രാത്രിയിൽ സാധാരണ നിലയിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അത്യാഹിതങ്ങളൊക്കെ സംഭവിക്കുമ്പോഴത്തേന് സാധാരണ ജനങ്ങൾ ആദ്യം ഓടിയെത്തുന്നത് സർക്കാർ ആശുപത്രികളിലേക്കാണ്. ഇത്തരത്തിൽ ആശങ്കയുമായിട്ട് ഓടിയെത്തുന്ന രോഗികളോട് പിന്തിരിഞ്ഞ് പോകണം, അല്ലെ ഇവിടെ ഇതൊക്കെ ലഭിക്കൂ എന്നുള്ള പറയുന്ന സർക്കാർ സംവിധാനങ്ങൾ, ഡോക്ടറുടെ നിലപാടുകൾ, അത് വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഇതിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വലിയൊരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സ്കാനിംഗ് സംവിധാനത്തിലും വലിയ വീഴ്ച സംഭവിക്കുന്നതായിട്ടുള്ള ഒരു ആരോപണം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ക്യാൻസർ രോഗികൾക്കടക്കം സ്കാനിങ്ങിനുള്ള ഡേറ്റുകൾ നൽകുന്നത് 3 മാസം, അതായത് ഒരു ഡേറ്റ് ലഭിക്കണമെങ്കിൽ 3 മാസം കാത്തിരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ സംഭവത്തിന് പിന്നാലെ ഈ ആശുപത്രിയിൽ എത്തിയിട്ടുള്ള ഈ KSRTC ഡ്രൈവറോടുള്ള സമീപനം പുറത്തായതിനു ശേഷം, അത് വാർത്തയായതിനു ശേഷം ഈ ക്യാൻസർ രോഗികളോടും ഇത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ സ്കാനിങ്ങിനുള്ള ഡേറ്റ് പോലും കൊടുക്കുന്നത് 3 മാസത്തിലധികം വൈകിട്ടാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത്തരത്തിൽ സ്കാനിങ് വൈകിയതോടുകൂടി രോഗി മരിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ടെന്നും ആക്ഷേപങ്ങളായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. കൃഷ്ണരാജ്, സാനു, ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നില്ല. കാര്യം ആ യുവാവിൻ്റെ വെളിപ്പെടുത്തൽ അത്രമാത്രം നിർണായകമാണ്. സഹികെട്ടയാൾ പുറത്തു പറയുന്ന വാക്കുകളാണ്. ഒരു ആംബുലൻസ് ഡ്രൈവർ എന്നതിനപ്പുറം സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു യുവാവിൻ്റെ വാക്കുകൾ കൂടിയാണ്. അത് ആ വാർത്തയിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി ആംബുലൻസ് ഡ്രൈവർ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ എത്തിച്ച KSRTC ഡ്രൈവർക്ക് ചികിത്സ വൈകിച്ചു എന്നാണ് ആരോപണം.